നമസ്കാരം. നിലവിൽ ബിസിനസ് ഉള്ളവർക്കും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈട് ജാമ്യം ഒന്നുമില്ലാതെ 20 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്രത്തിന്റെ മുദ്ര ലോൺ യോജന, മുദ്ര യോജന എന്നൊക്കെ പറയുന്നത്. ഈ ഒരു പദ്ധതി 20 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിലാണ് സർക്കാർ പുതിയതായിട്ട് അവലംബിച്ചിട്ടുള്ളത്. ഇതിന്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. നേരത്തെ 3 ഘട്ടമായിട്ടാണ് അല്ലെങ്കിൽ 3 രീതിയിലാണ് ഈ ഒരു ലോൺ അവർ കൊടുത്തത്. 10 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. ഒരു 50,000 രൂപ വരെ, പിന്നെ 5 ലക്ഷം വരെ, പിന്നെ 10 ലക്ഷം രൂപ വരെ എങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്താണ് ഈ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റ്, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനുമായിട്ട് എന്തെങ്കിലും ചാറ്റ് ചെയ്യണോ, കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ചാനലിൽ തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുദ്ര യോജനയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ഞങ്ങളുടെ ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. മുദ്ര യോജന എന്ന് പറയുന്നത് മുദ്ര ബാങ്കാണ് നടപ്പിലാക്കുന്നത്. ഇതൊരു ബാങ്കാണ് കേട്ടോ. ഈ ഒരു ബാങ്കാണ് ഇത് നടപ്പിലാക്കിയിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിലെ ചലഞ്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ മുദ്ര ലോണുമായി ബന്ധപ്പെട്ട് എന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ നമ്പർ നിലവിൽ ഉണ്ടായ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ നമ്പർ ഇല്ല, ഇപ്പൊ ബാൻ ആയി പോയിട്ടുണ്ട്. ആ സമയത്ത് വിളിക്കുമ്പോൾ ഈ മുദ്രയുടെ പേരിൽ ഒരുപാട് ഫേക്ക് സ്കാമേഴ്സ് പല സ്ഥലത്തും പോസ്റ്ററുകൾ ഇട്ടിട്ട് പലരും വിളിക്കും, ഞങ്ങൾ മുദ്ര കൊടുക്കുന്നു, ഓൺലൈനിലൂടെ മുദ്ര ലോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ. അപ്പോൾ പലരും ഈ മുദ്ര ലോൺ ഓൺലൈനിലൂടെയാണ് കിട്ടുന്നത് വെച്ചിട്ട് പലരും അവർക്ക് 2,000, 3,000, 4,000 രൂപയൊക്കെ കൊടുത്തിട്ട് അവർ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പലരും. ഈ മുദ്ര ലോൺ എന്ന് പറഞ്ഞ സാധനം ബാങ്കിനേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ ബാങ്കിൽ പോവുക, ആ ബാങ്കിൽ പോയിട്ട് മുദ്ര ലോണിന്റെ ആപ്ലിക്കേഷൻ അങ്ങോട്ട് വാങ്ങിക്കുക. അവിടെ ബാങ്കിലുണ്ടാവും, അല്ലെങ്കിൽ ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മുദ്ര ലോൺ ആപ്ലിക്കേഷൻ. എന്നിട്ട് ആ ലോൺ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് അവിടെ കൊടുക്കണം, മാനേജർക്ക് കൊടുക്കണം. പ്ലസ് ചിലപ്പോൾ പ്രോജക്ട് റിപ്പോർട്ട്, പുതിയതാണെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ട് കൂടി ചോദിക്കും. പുതിയതല്ലെങ്കിൽ നിലവിൽ ബാലൻസ് ഷീറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും. നിലവിൽ സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയും. ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മുദ്ര ലോൺ എന്ന് പറയുന്നത് ബാങ്ക് വഴി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു തേർഡ് പാർട്ടി ടീം വഴി ഒരു വ്യക്തികൾക്കോ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുദ്രയുടെ വെബ്സൈറ്റിൽ കയറാം. ഇതാണ് മുദ്ര യോജന എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റിനകത്ത് മുദ്ര ലോൺ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് 3 ഘട്ടമായിട്ട്. ആദ്യത്തെ ഘട്ടത്തിന്റെ പേര് ശിശു എന്നാണ്. 50,000 രൂപ വരെയുള്ള ലോണുകളാണ് ശിശുക്കൾക്ക് കൊടുക്കുന്നത്. ചെറിയ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണ്. രണ്ടാമത്തെ അതിനെ പറയുന്നത് കിഷോർ എന്നാണ്. കിഷോർ പദ്ധതി പ്രകാരം 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾ ഉണ്ടാവും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ലെവലിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റ്. ബോച്ചയുടെ ടീ ഫ്രാഞ്ചൈസി എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിശു മാത്രമേ കിട്ടുള്ളൂ. ഒരിക്കലും വലിയ സംഭവം കിട്ടില്ല, കാരണം അതിന്റെ ആവശ്യകത ഇല്ലല്ലോ. കിഷോർ പദ്ധതി കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തരുൺ എന്ന് പറയുന്നത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ള. ഇനി എന്താണ് പുതിയ പദ്ധതിയുടെ പേര് എന്ന് എനിക്കറിയില്ല. 10 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള പുതിയൊരു പദ്ധതി കൂടി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഈ 10 ലക്ഷം രൂപയ്ക്ക് തുടങ്ങാൻ പറ്റില്ല, പക്ഷെ ഒരു 15, 16, 17 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ സാമഗ്രികളുടെയും റേറ്റ് കൂടിയിട്ടുണ്ട്. ഒന്നാമത് തന്നെ ഡെപ്പോസിറ്റ് നല്ലൊരു തുക കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്ക് എങ്ങനെ പോലും ഒരു 5-6 ലക്ഷം രൂപ അതിനായിട്ട് പോകും. പിന്നെ ബാക്കി സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ചെയ്യണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇതിനൊക്കെ കൂട്ടി വരുമ്പോൾ എങ്ങനെ പോലും ഒരു ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ഒരു 10-15 ലക്ഷം രൂപ വേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു 10 മുതൽ 20 ലക്ഷം എന്നൊരു റേഞ്ചിൽ ഒരു പുതിയ പദ്ധതി കൂടി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ട്. അത് നല്ലൊരു പദ്ധതിയാണ്, നല്ലൊരു കാര്യമാണ്. അവരുടെ PM മുദ്ര യോജനയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളുണ്ട്. അവരുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ നമ്പർ, നോഡൽ ഓഫീസേഴ്സിന്റെ നമ്പർ, അപ്ലൈ ചെയ്യാനുള്ള നമ്പർ, ലോഗിൻ ചെയ്യാനുള്ള നമ്പർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവരുടെ സക്സസ് സ്റ്റോറീസ് എല്ലാം കാണാൻ പറ്റും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് മുദ്ര ലോൺസ് ആൻഡ് സച്ച് ലോൺസ് ക്യാൻ അവൈൽഡ് ഫ്രം ബാങ്ക്സ്, NBFCs, MFIs. അപ്പോൾ ഈ NBFC, MFIs എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കും. നിങ്ങൾ ഒന്നും നോക്കണ്ട, ബാങ്കിൽ തന്നെ പോയിട്ട് ചെയ്യാം. ഒരു സ്ഥലത്ത് ഒരു തേർഡ് പാർട്ടി ഞങ്ങൾ NBFC ആണ്, ഞങ്ങൾ MFIs ആണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ആരും ചെയ്യേണ്ട, നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ ബോറോസ് ആർ അഡ്വൈസ് ടു കീപ് എവേ ഫ്രം ദ പേഴ്സൺസ് പോസിംഗ് ആസ് ഏജന്റ് ആൻഡ് ഫെസിലിറ്റേഴ്സ് ഓഫ് മുദ്ര PMMY. ഈ പദ്ധതി പ്രകാരം പല ഏജന്റുമാർ, ഞാൻ അതിന്റെ ഏജന്റാണ്, ഞാൻ ഇതിന്റെ മാനേജറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോയും ഫേക്ക് ID പ്രൂഫൊക്കെ കാണിച്ചിട്ടാണ് വാട്സപ്പിൽ പലരും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ മലയാളത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഓരോ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ അവർ കൊടുത്തിട്ടുള്ള ലോണുകൾ, സാങ്ഷൻ ചെയ്ത എമൗണ്ട്, ടോട്ടൽ ഡിസ്ബസ്ഡ് എമൗണ്ട് ഒക്കെ കോടി കാണാൻ പറ്റും. എത്ര കോടിയെന്ന്? 3,11,811 കോടിയാണ് 2018-19 കാലയളവിൽ ഡിസ്ബസ് ചെയ്ത്. ഓരോ വർഷത്തെയും സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 2018, 2019, 2021, 2022, 2023, 2024 5,32,358 കോടി രൂപ ഇതുവരെ ഡിസ്ബസ് ചെയ്ത് കഴിഞ്ഞു. യഥാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മുദ്ര ലോൺ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. വെറുതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് കുറെ ഐഡിയ ഉണ്ട് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട്
നിന്ന് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ബാങ്കുകളെ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. 2015 ഏപ്രിൽ 8 ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഈ ഒരു പദ്ധതി സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറഞ്ഞിട്ട് അപ് ടു 10 ലക്ഷം രൂപ വരെയാണ്. ഇപ്പോൾ 2024 9 വർഷം ഇങ്ങ് എത്തുമ്പോഴേക്കും അദ്ദേഹം അടുത്ത 10ാമത്തെ വർഷത്തിലേക്ക് കാലുവെക്കുകയാണ്. ആ 10ാമത്തെ വർഷത്തിലേക്ക് കാലുവെക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതിലൂടെ എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. ഒരുപാട് ബിസിനസ്സുകാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ പദ്ധതിയുടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശിശു, കിഷോർ, തരുൺ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയൊരു സ്കീം കൂടി ഇതിനകത്ത് വരും. പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സക്സസ് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിസിനസ് ഓരോ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് സക്സസ് സ്റ്റോറീസ്. ഇപ്പോൾ നമുക്ക് കേരളം എടുക്കാം. ബേക്കറി, സ്പൈസസ് ആൻഡ് ഫ്ലോർ മിൽ, ടൂത്ത് പൗഡർ മാനുഫാക്ചറിങ്, റൂം മാനുഫാക്ചറിങ്, ഇതിൽ സ്പൈസസ് ഫ്ലോർ മില്ലൊക്കെ കണ്ടോ, മലയാളത്തിലുള്ള ആഡ്സ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരാളതാണ്. വേണുകേൻ്റെ ഒരു ചെറിയ സ്പൈസസ് ആൻഡ് ഫ്ലോർ മില്ലിൻ്റെ ഒരു റിവ്യൂ ആണ്. അതേപോലെ തന്നെ ബേക്കറി ബിസിനസ് ചെയ്ത ആൾക്കാർ അവരുടെ മലയാളത്തിലുള്ള ഒരു റിവ്യൂ നോക്കി. ഇത് വിനോദ് കേൻ്റെയാണ്, ബിന്ദു സണ്ണിയുടെ ആണ്. അപ്പോൾ ഓരോരോ ആൾക്കാരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. റിവ്യൂ അച്ചീവ്മെന്റ്സ് ഒക്കെയാണ്. ഒരുപാട് ആൾക്കാർ സ്കീം വഴി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ PM മുദ്ര യോജനയിലൂടെ നല്ല രീതിയിൽ എമൗണ്ടുകൾ കിട്ടട്ടെ, ലോൺ കിട്ടട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അതിലൂടെ നമ്മുടെ രാജ്യത്തിനും എല്ലാവർക്കും നല്ല രീതിയിലുള്ള നേട്ടം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള ഒരുപാട് പദ്ധതികളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ റിയൽ ടൈം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.